3,50,000 രൂപയുടെ കൊടി വാങ്ങിക്കുകയാണ്. എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് അന്വേഷിക്കുമ്പോൾ അത് BJPയുടെ തന്നെ ഒരു നേതാവിൻ്റെ പലചരക്ക് കടയാണ് അതിൻ്റെ GST നമ്പർ കാണുന്നത്. അത് കോൺക്രീറ്റ് ആയിട്ടുള്ള വിവരമല്ലേ? അല്ല, നോക്കൂ, അതിൽ അവർ അന്വേഷണം നടത്തി അതിൽ വേണ്ട ആക്ഷൻ എടുത്തു എന്നല്ലേ പറയുന്നത്. അത് അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ഇഷ്യൂ. അവിടെ അങ്ങനെ തട്ടിപ്പ് നടന്നെങ്കിൽ അവരുടെ ഇന്റേണൽ ഇഷ്യൂ എന്നുള്ള ഒറ്റ വാക്കിലാണെങ്കിൽ നമുക്ക് എല്ലാം അവസാനിപ്പിക്കാൻ പറ്റും, പിന്നെ ചർച്ചയില്ല, അത് ഞാൻ സമ്മതിക്കാം. പക്ഷെ നമ്മുടെ മുമ്പിൽ വിവരമുണ്ട്, നമ്മുടെ മുമ്പിൽ ബില്ലുണ്ട്. ബില്ല് നമ്മളൊരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ അതിൽ മനസ്സിലാവുന്നത് കൊടി കിട്ടുന്ന കടയല്ല, BJP നേതാവിൻ്റെ തന്നെ കട GST നമ്പറാക്കി വെച്ച് പൈസ എടുത്തിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഇങ്ങനെ ഉപയോഗിക്കേണ്ട കൊടികളെല്ലാം ഈ സംശയം വരുന്ന തന്നെ ദേശീയ നേതൃത്വം നേരിട്ട് ഇനീഷ്യേറ്റ് ചെയ്തിട്ടാണ് കൊടികൾ വിതരണം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കൊടികൾ ഉണ്ടാക്കി എന്നുള്ള ബില്ലുണ്ടാക്കിയിരിക്കുന്നു. ആ ബില്ല് തന്നെയും തട്ടിപ്പാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അത് ഞങ്ങളുടെ ഇന്റേണൽ മാറ്റർ, ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചിലവാക്കുമ്പോൾ അതിൽ തട്ടിപ്പാണെന്ന് കാണും. ചിലപ്പോൾ ഞങ്ങളത് അന്വേഷിക്കും, വേണ്ടത് വെക്കും എന്ന ഡിഫൻസ് ആണെങ്കിൽ ഓക്കെ, ചർച്ചയില്ല. അല്ല, ഇത് എന്റെ ഡിഫൻസ് അല്ല. കാരണം ഞാൻ BJPക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നേരിട്ട് അറിയുന്ന ഒരാളല്ല. കാരണം ഞാൻ BJPയെ പോലും പുറമെ നിന്ന് നോക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് BJPക്ക് അകത്തുനിന്ന് നടക്കുന്നു അതിനെക്കുറിച്ച് വിശദീകരണം തരാൻ BJPക്ക് സാധിക്കുള്ളൂ, അതെനിക്ക് തരാൻ സാധിക്കില്ല. അപ്പൊ BJPക്കുള്ളിൽ അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ആക്ഷൻ എടുക്കുന്നുള്ള അവരല്ലേ കൃത്യമായിട്ട് പറയേണ്ടത്. ചോദ്യമല്ല ഞാൻ പറഞ്ഞത്. മിഥുന് തന്നെയും അനലൈസ് ചെയ്യാലോ. ഇപ്പൊ ടാക്സി ഏർപ്പെടാൻ ആ ടാക്സി ഓടിയതിന്റെ കിലോമീറ്റർ കണക്കാക്കിയിട്ടാണ് അതിൽ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ BJPക്ക് വേണ്ടി ഓടിയിട്ടുള്ള ടാക്സിയുടെ കിലോമീറ്റർ കണക്ക് നോക്കുകയാണെങ്കിൽ കേരളം ആകെ 4 തവണ ഓടിയാൽ ഒരു ടാക്സിക്ക് എത്ര കിലോമീറ്റർ ആവും? ഇതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പൈസ അടിച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഒരു പാർട്ടി എന്ന് പറയുക, പാർട്ടി വിത്ത് ഡിഫറൻസ് ഒക്കെയാണല്ലോ BJP അവകാശപ്പെടുന്നത്. അഴിമതിയില്ലാത്ത പാർട്ടി, 10-65 വർഷക്കാലം ഇന്ത്യയിൽ അഴിമതിയായിരുന്നു എന്നൊക്കെ പറയുന്നൊരു പാർട്ടിയല്ലേ. സോ അതിനകത്ത് ഇനി പോട്ടെ, BJPയുടെ തന്നെ സപ്പോർട്ടേഴ്സ് ആൻഡ് സിമ്പതൈസേഴ്സ് എന്താ വിചാരിക്കുക? ഈ പാർട്ടി എവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടി ശരിക്കും പ്രയത്നിക്കുകയാണ് എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനല്ല, കുറേ ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രയത്നിക്കുകയാണ് എന്നൊരു പ്രശ്നമില്ല. അതിനെ അവർക്ക് സീരിയസ്ലി അഡ്രസ് ചെയ്യേണ്ട പ്രശ്നമല്ലേ മിഥുൻ? അല്ല, തീർച്ചയായിട്ടും നിഷാദ്, ഇതിന് BJPക്ക് അകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ അതിൽ ലീഡർഷിപ്പ് അലേർട്ടാണ്, അവർ അവെയർ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് അതിലെല്ലാ ഈ പൂർണ്ണമായിട്ട് ആ സ്ട്രക്ചറിനെ എല്ലാ ഇടത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ചില ഭാഗത്ത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ ലീഡർഷിപ്പ് അവെയർ ആണ്. അതിൽ അവർ വലിയ രീതിയിലുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു റിഗറസ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തി ഒരു മുൻ DGയെ തന്നെ അവർ അപ്പോയിന്റ് ചെയ്തിട്ട് അന്വേഷണം നടത്തി. പോലീസ് സ്റ്റൈലിലായിരുന്നു അന്വേഷണം എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പം ഉപ്പ് തിന്നവര് വെള്ളം കുടിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉപ്പ് തിന്നവര് വെള്ളം കുടിച്ചോ എന്നുള്ളതാണ് നീ അറിയേണ്ടത്. കാരണം അതിൽ BJP തന്നെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. അല്ലാതെ നമുക്ക് പുറമെ നിന്നുകൊണ്ട് ഇതിൽ കമന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വിടാൻ ഒന്നെങ്കിൽ പാർട്ടി തയ്യാറാവണം. കാരണം പുറമെ നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു ഗസ് വർക്ക് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ഇനി അല്ല അങ്ങനെ ചോദിക്കുന്നത് നമ്മൾ കാണുന്ന കാര്യങ്ങളിലെ അബ്നോർമാലിറ്റീസ് ആണല്ലോ. നമ്മൾ എന്താണ് അതിന്റെ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അസാധാരണതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്. പിന്നെ അത് മാത്രമല്ല, പശ്ചാത്തല വിവരങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ തന്നെ നേരത്തെ വിജിൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, വിജിൻ ഇതിന്റെ പിന്നാലെ കൂടിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ അധികം വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അത് പാർട്ടി ഇൻസൈഡേഴ്സ് തന്നെ കൊടുക്കുന്ന വിവരങ്ങളോ. പിന്നൊന്ന് നമ്മൾ കൊടകരയിലേക്ക് പോയാൽ അവിടെ എത്ര കോടി രൂപയുടെ ഏർപ്പാടാണെന്നത്, അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയാം എവിടെ നിന്നാണ് പൈസ വന്നത്? അതിന് ഇങ്ങോട്ട് ആലോചിച്ചാൽ നമുക്ക് മൊത്തം സംശയങ്ങൾ കൂടുകയാണ്. അല്ല, കൊടകര കേസിൽ EDന്റെ റിപ്പോർട്ട് വന്നതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും അവർ കണ്ടിട്ടില്ല. ഇനി കേരള പോലീസിന്റെ റിപ്പോർട്ടും കൂടെ വന്നാൽ മതി. നമുക്ക് ഈ പറഞ്ഞ പോലെ അല്ല, മിഥുന് ഓർമ്മയുണ്ടല്ലോ, EDയോട് ഈ കേസ് എടുക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ ED ബാക്കി എല്ലായിടത്തും അങ്ങോട്ട് ചെല്ലുന്ന ED ഈ കേസ് എടുക്കാൻ തയ്യാറായില്ല. ഹൈക്കോടതി നിർബന്ധിക്കേണ്ടി വന്നു പല കുറി. അപ്പോഴാണ് ED ഈ കേസ് എടുക്കുന്നത്. എടുത്തിട്ട് ED പറഞ്ഞത് ഞങ്ങൾ ഇതിന്റെ സോഴ്സ് ഒന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല, അത് IT അന്വേഷിക്കേണ്ട കേസാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനല്ലോ ED ഇവിടെ ഈ രാജ്യത്ത് മറ്റു കേസുകൾ അന്വേഷിക്കുന്നത് നമുക്കറിയാം. ഞാൻ ചോദിക്കുന്നത്, BJPയെ പോലെ കേരളത്തിലൊരു പാർട്ടി കോടിക്കണക്കിന് രൂപയുടെ ഇങ്ങനത്തെ മൂവ്മെന്റ്സ് നടത്തുന്നു, അതിനകത്ത് കുറേ റോബറി ഉണ്ടാകുന്നു, അതിൽ അന്വേഷണത്തിൽ പോലും പൂർണ്ണ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയാത്ത വിധം ആ പരാതി കൊടുക്കുന്നത് തന്നെ ആദ്യം കുറച്ച് പൈസയുടെ മാത്രം പേരിലുള്ള പരാതിയാണ്. ആ പരാതിയിൽ തന്നെ കുഴപ്പമുണ്ടായിരുന്നു, താങ്കൾക്ക് അറിയാം അതിൻ്റെ ഹിസ്റ്ററി. അപ്പം ഞാൻ ചോദിക്കുന്നത്, അവിടെ തുടങ്ങി നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് അഞ്ചനയിൽ എത്തി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കോടികൾ മറിയുകയും മുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി BJPയെ കേന്ദ്രീകരിച്ച് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് സാധാരണ ജനം അതിൻ്റെ സപ്പോർട്ടേഴ്സ് ആൻഡ് സിമ്പതൈസേഴ്സ് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ സിമ്പതൈസേഴ്സ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ താങ്കളുടെ ജേർണലിസ്റ്റിന്റെ കയ്യിൽ ഇപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സോ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BJP സിമ്പതൈസർ ആണെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് ഒഫീഷ്യലായിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. നേരെ മറ്റേ ECI നാഷണൽ ഗ്രീവൻസ് സർവീസ് പോർട്ടലിൽ കയറിയിട്ട് ഒന്ന് സൈൻ അപ്പ് ചെയ്താൽ മാത്രം മതി. അതിൽ കയറി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് കൊടുക്കുക. കാര്യം പറയുന്നുണ്ടല്ലോ. നമ്മുടെ ജോലിയല്ല, നമ്മുടെ ജോലി എന്താണ്? ഊഹാപോഹ അല്ല മിഥുൻ, നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയി ഇതേക്കുറിച്ച് വാർത്ത കൊടുക്കുന്നുണ്ട്. നമ്മളെ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണല്ലോ.
കേരളത്തിലെ ഒരു റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള BJPക്ക് അകത്ത് നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്ത കൊടുക്കുന്നു, റെസ്പോൺസിബിൾ ആയി കൊടുക്കുന്നു. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന്റെ പിന്നാലെ കേസിന് പോകുന്ന നമ്മുടെ ഉത്തരവാദിത്തമല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പുറമെ ഇരുന്നുകൊണ്ട് മാത്രമേ അതിനെ നിരീക്ഷിക്കാൻ സാധിക്കുന്നുള്ളൂ. നിരീക്ഷിക്കുകയല്ല, വിവരങ്ങളെ വെച്ചിട്ട് വാർത്ത കൊടുക്കല്ലേ മിഥുൻ ചെയ്യുന്നത്? വിവരങ്ങൾ വെച്ച് വാർത്ത കൊടുക്കണം, നിരീക്ഷിക്കുകയല്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ബില്ലിന്റെ കോപ്പി വെച്ചിട്ട്, ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കോപ്പി വെച്ചിട്ട്, എക്സൽ ഷീറ്റിന്റെ കോപ്പി വെച്ചിട്ട് അതിനകത്തുള്ള അസാധാരണതകൾ അന്വേഷിക്കുന്നു, വിവരങ്ങൾ കിട്ടുന്നു, അത് നമ്മൾ ഉത്തരവാദിത്തോടെ വാർത്ത കൊടുക്കുന്നു. ഇനി നമ്മൾ ഡിഫമേഷൻ ആണെങ്കിൽ BJPക്ക് തിരിച്ച് കേസ് കൊടുക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ഡിഫമേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്, BJP തിരിച്ച് കേസ് കൊടുക്കാമല്ലോ. നിഷാദേ, നമ്മളിങ്ങനെ കുറച്ച് ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നിട്ട് ഒരു മാധ്യമ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതിന് ഒരു ആക്ഷൻ ആവണമെങ്കിൽ അത് എത്തണ്ടേ. അല്ല, ആക്ഷൻ ആക്ഷൻ എന്ന് പറയുന്നത് മിഥുൻ ആ പാർട്ടിയുടെ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആക്ഷൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട കാര്യം. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പുറമെ ഡൗട്ട് ചെയ്യുന്നതാണ്. നമ്മൾ വിവരങ്ങൾ നമ്മൾ വാർത്ത കൊടുക്കണം. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആ പാർട്ടിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, ആ പാർട്ടിയുടെ അനുഭാവികൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാം. അങ്ങനെയല്ലേ ചെയ്യാം. അല്ലാതെ അല്ല, ഞാൻ ഒരു കാര്യം കൂടെ, മീഡിയ വൺ ഇതിനകത്ത് ECIയിൽ പോയി കേസ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ യുക്തി എന്താണ് മിഥുൻ? അല്ല, മീഡിയ വണ്ണോ ആരെങ്കിലും, താങ്കൾ സിമ്പത്തൈസേഴ്സിന്റെ കാര്യമല്ലേ പറഞ്ഞത്? സിമ്പത്തൈസേഴ്സോ അല്ലെങ്കിൽ ഇത് പ്രശ്നമുള്ള ആളുകൾ, ഇപ്പൊ രണ്ട് വാദങ്ങളാണ് നിഷാദ് മുന്നോട്ട് വെച്ചത്. ഒന്നെങ്കിൽ പാർട്ടിയുടെ ഇന്റേണൽ മാറ്ററാണ്, അവരുടെ മൊറാലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു. അപ്പൊ അങ്ങനെ മൊറാലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് ഒഴിവാക്കാം. പക്ഷെ അതിലൊരു ഒഫീഷ്യാലിറ്റി വരണമെങ്കിൽ അതിൽ ശരിക്കും ഇങ്ങനെ എന്താ നടന്നത് എന്ന് അറിയാൻ ആഗ്രഹമുള്ള സാധാരണക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BJP സിമ്പത്തൈസേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാരെങ്കിലും, ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ജേർണലിസ്റ്റ്, അവർക്ക് അതിലൊരു സൊല്യൂഷൻ കാണണം. അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാണ്, നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഞാനതാ പറഞ്ഞത്, ECIന്റെ ഗ്രീവൻസ് പോർട്ടലിൽ പോയിട്ട് നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. അതിന് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ എന്നൊരു ഓപ്ഷൻ തന്നെ ഉണ്ട്. ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ സെലക്ട് ചെയ്യുക, അതിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഏതാ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, ഏതാ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ നിഷാദ് പറഞ്ഞ ഈ എക്സൽ ഷീറ്റും അല്ലെങ്കിൽ ബില്ലും ഇതിന്റെ ഒക്കെ കോപ്പി അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എന്താ ആക്ഷൻ ആവുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോഴല്ലേ അതിലൊരു സൊല്യൂഷൻ ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കാം. BJPയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയാം, BJPക്ക് അകത്ത് തട്ടിപ്പ് നടക്കുന്നു, കൊടകര തട്ടിപ്പ്, മറ്റേ തട്ടിപ്പ്, ഈ തട്ടിപ്പ്, അഞ്ജനയുടെ തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടിപ്പുകളുടെ ഒരു വലിയ നിര തന്നെ നിരത്തി നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിലൊരു എന്താ പറയാ, അതിന്റെ ഒരു ഒഫീഷ്യാലിറ്റി വരണമെങ്കിൽ, അതിലൊരു പ്രശ്നം ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു സാധാരണക്കാരല്ലേ, BJP സിമ്പത്തൈസേഴ്സ്, BJP വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു പരാതി കൊടുക്കുക എന്നാണ്. അപ്പൊ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു ആക്ഷൻ ആയിരിക്കും. ഇനി ഫണ്ട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷന്റെ പരിധിയിൽ വരുന്നതല്ല എങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോ കേരള പോലീസിനോ ഒരു പരാതി കൊടുക്കും. ഇത് ഒരു പരാതി പോലും ഇവരുടെ ഈ ഒരു ഫണ്ട് മാനേജ്മെന്റുമായിട്ട് എവിടെയും കേൾക്കാനില്ല, കാണാനില്ല, ഒന്നുമില്ല. പക്ഷെ ചാനൽ ചർച്ചകളിൽ വളരെ വിശദീകരിച്ച് എല്ലാവരും വന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. BJP ആണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ തയ്യാറല്ല.